ഹായ്. ഈ നാർസിസ്റ്റിക് അബ്യൂസിൽ അകപ്പെട്ടു പോയ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ, അതായത് ഒരുപക്ഷെ പാരൻസ് നാർസിസ്റ്റിക് ആണെങ്കിൽ ആ കുഞ്ഞുങ്ങൾ അത് അനുഭവിക്കാം. അതേപോലെ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ ഒരു പാർട്ട്ണർ നാർസിസ്റ്റിക് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് ആ കുഞ്ഞുങ്ങളെ അഫക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് നല്ല ഒരു കൗൺസിലിങ്ങും തെറാപ്പിയും എല്ലാം വളരെ ആവശ്യമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, കാരണം ഇല്ലെങ്കിൽ അബ്യൂസ് ഈസ് നോർമൽ എന്ന് ഒരു അവരുടെ മനസ്സിൽ അത് പ്രോഗ്രാം ചെയ്യപ്പെടും എന്നുള്ളതാണ്. കാരണം അബ്യൂസ് ചെയ്യപ്പെടുന്നത് ഞാൻ സ്വീകരിക്കാൻ ഐ ഹാവ് ടു അക്സെപ്റ്റ് ഇറ്റ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനിങ്ങിലേക്ക്, മനസ്സിൻ്റെ ഒരു കണ്ടീഷനിങ്ങിലേക്ക് അവർ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെ ഒരു കണ്ടീഷൻഡ് ആയിക്കഴിഞ്ഞാൽ വളർന്ന് വലുതായി കഴിയുമ്പോഴും പലതരത്തിലുള്ള അബ്യൂസിങ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴും അതിനോട് പ്രതികരണ ശേഷി ഇവർക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. കാരണം ഇവർ കുടുംബത്തിൽ കണ്ടുവന്നേക്കുന്നത് അബ്യൂസ് ഈസ് നോർമൽ, അബ്യൂസ് ഈസ് ഓക്കെ, അബ്യൂസ് ഈസ് അക്സെപ്റ്റബിൾ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ, ഇത്തരത്തിലുള്ളൊരു ഫാമിലി അറ്റ്മോസ്ഫിയറിൽ ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് നല്ല കൗൺസിലിങ്ങും അതേപോലെ തെറാപ്പിയും കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിൻ്റെ കൂടെ തന്നെ സീറോ ടോളറൻസ് ടു അബ്യൂസ് എന്നുള്ള ആ ഒരു ബൗണ്ടറീസ് സെറ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്. കാരണം ഒരാൾക്കും മറ്റൊരാളെ ഇമോഷണൽ അബ്യൂസ്, വെർബൽ അബ്യൂസ്, ഫിസിക്കൽ അബ്യൂസ്, അങ്ങനെ ഒരു തരത്തിലുള്ള അബ്യൂസും ചെയ്യാനായിട്ടുള്ള റൈറ്റ്സ് ഇല്ല. അപ്പോൾ അബ്യൂസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ തന്നെ അതിന് ഒരു സ്റ്റോപ്പ് ഇടേണ്ടതാണ്. അത് ഏത് റിലേഷൻ ആണെങ്കിലും എത്ര ബന്ധമുള്ള ഒരാളാണെങ്കിലും അതിന് അവിടെ തന്നെ സ്റ്റോപ്പ് ഇടേണ്ടതാണ്. പക്ഷേ അബ്യൂസ് ഈസ് നോർമൽ എന്നൊരവസ്ഥയിൽ കണ്ട് വളർന്ന കുട്ടികൾക്ക് വേണ്ട രീതിയിലുള്ള കൗൺസിലിങ്ങും വേണ്ട രീതിയിലുള്ള തെറാപ്പിയും കിട്ടിയില്ല എങ്കിൽ അത് അവർ വളർന്നു വന്ന് അഡൽട്ട്ഹുഡ് ആകുമ്പോൾ അവരുടെ ജീവിതത്തിൽ, അവരുടെ മേ ബി വിവാഹ ജീവിതത്തിൽ, തൊഴിൽ സ്ഥലങ്ങളിൽ, അവർ സൊസൈറ്റിയിൽ ജീവിക്കുന്ന പല സാഹചര്യങ്ങളിലും അവിടെ നേരിടുന്ന അബ്യൂസിനോട് അത് കണ്ണടച്ച് സഫർ ചെയ്യേണ്ടി വരുന്ന ഒരു തരത്തിലേക്ക് പോകാനുള്ള സാധ്യതയുള്ളതാണ്.